വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ കണ്ണുകൾ കഥ പറയുന്നു എന്ന് കേട്ടിട്ടില്ലേ? ഒരു വ്യക്തിയുടെ കണ്ണുകളാണ് ആ വ്യക്തി എന്താണ് എന്ന് കാണിക്കുന്നത്. അല്ലാതെ നമ്മളൊരു വ്യക്തിയെ നമ്മൾ കണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കണ്ണുകളിലൂടെ വായിക്കാം ആ വ്യക്തിക്ക് സങ്കടങ്ങളാണോ സന്തോഷമാണോ ആ വ്യക്തി എന്ന്. നമ്മൾ ചിരിക്കുമ്പം വരെ നമ്മുടെ കണ്ണുകളിൽ ചിരി പടരുമെന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ കീമോ ചെയ്യുന്ന പേഷ്യൻസിനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണുന്ന ഒരു ടൈമിൽ ഞാൻ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും, എൻ്റെ ദൈവമേ, അവർക്ക് ഒത്തിരി സാമ്പത്തികമായും മാനസികമായും അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് ഒത്തിരി വിഷമിച്ച് അവരുടെ കണ്ണുകളിൽ ഭയങ്കര ദൈന്യത ശൂന്യതയൊക്കെ ആയിരുന്നു കാണുന്നത്. അപ്പം ഞാൻ അന്നേരം ഒത്തിരി വിചാരിക്കും, എൻ്റെ ദൈവമേ, ഇവർക്കൊക്കെ ഇത്ര വിഷമമാണല്ലോ. പക്ഷേ ഈ രോഗം നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ കണ്ണുകൾ മാത്രം കാണുമ്പോൾ അറിയാമല്ലോ. കാരണം മുടിയില്ലാതെ എല്ലാവരും മുടിയില്ലാത്തവരൊന്നെങ്കിൽ തൊപ്പിയൊക്കെ ഇട്ട് അല്ലെ തട്ടമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് എല്ലാവരും വരുന്നത്. കാരണം മുസ്ലിംസ് അല്ലെങ്കിലും എല്ലാവരും തല ഷാളൊക്കെ ഇട്ട് പൊത്തിയിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ജസ്റ്റ് മാസ്ക് ഇടുന്നില്ല. ഹോസ്പിറ്റലിൽ നമ്മൾ ജസ്റ്റ് മാസ്ക് ഉപയോഗിക്കാണ്ട് നമ്മൾ പോകത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ കാഴ്ചയിൽ ഇവരുടെ കണ്ണുകൾ മാത്രം ദൈന്യത നിറഞ്ഞ കണ്ണുകൾ. പക്ഷെ എനിക്ക് കീമോ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കണ്ണുകളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ശരിക്കും നമ്മുടെ ബോഡി ഈ കീമോ ഭയങ്കരമായിട്ടും ഡ്രൈ ആക്കുന്നുണ്ട്. അതിലാദ്യം നമുക്ക് മെയിനായിട്ട് നമ്മൾ ഡ്രൈ ആകുന്ന ഒരു സംഭവം നമ്മുടെ കണ്ണാണ്. കാരണം നമുക്ക് ഈ കീമോ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഒത്തിരി മെഡിസിൻസ് കടന്നു പോകുന്നു. നമ്മുടെ ബോഡി ഭയങ്കര ഹീറ്റ് ആക്കുന്നു, ഭയങ്കര ഡ്രൈ ആക്കുന്നു. ഈ സംഭവം എല്ലാം ഈ കീമോയുടെ ഭാഗങ്ങളാണ്. അപ്പം നമ്മുടെ കണ്ണുകൾ ശരിക്കും ഡ്രൈ ആകുന്നതിൻ്റെ പ്രധാന കാരണം ഒന്നെങ്കിൽ നമ്മൾ വെയിലത്തിറങ്ങാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നട്ടുച്ച സമയത്തൊക്കെ പുറത്ത് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, പുറത്ത് പോകാൻ പാടില്ല. അപ്പം വെയിൽ ചൂട് ഇതൊന്നും അടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കൂടുതൽ സമയങ്ങൾ ഒന്നെങ്കിൽ ഫാനിനെ ആശ്രയിക്കും, അല്ലെങ്കിൽ റൂമിൽ നമ്മൾ AC ആശ്രയിക്കും. ഈ AC ഇട്ടാലും ഈ ഫാൻ ഇട്ടാലും ശരിക്കും ഈ കീമോ ചെയ്യുന്നു അതുകൊണ്ടുള്ള ഡ്രൈനെസ് അല്ലാതെ നമ്മുടെ ബോഡി പിന്നെയും ഡ്രൈ ആകുന്നു. അപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞാലും ഈ കണ്ണിൻ്റെ ഒരു കഥ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അപ്പം ഞാനിത് അനുഭവിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. പിന്നെ വേറൊരു സംഭവമുണ്ട്, നമ്മുടെ കണ്ണിൻ്റെ ശരിക്കും കൺപീലികളൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പം കൺപീലി പിരികം ഇതൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ കണ്ണിൽ തന്നെ ദൈന്യത വരും. പിന്നെ നമ്മൾ കീമോ കണ്ണ് നമ്മൾ തീരെ ഡ്രൈ ആകുമ്പം നമ്മൾ എന്താ പറയുക, പ്രത്യേകിച്ച് ഐ ഡ്രോപ്സ് ഒന്നും ഒഴിക്കണമെന്ന് പറയുന്നില്ല. കാരണം അധികം മരുന്നുകൾ നമുക്ക് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതായത് നമ്മൾ വെള്ളം കുടിക്കാമെന്ന് മാത്രമേ അതിനകത്തൊരു പറയാനുള്ള ഒരു കാര്യമുള്ളൂ. പിന്നെ നമ്മുടെ ബോഡി ഫുള്ള് ഈ കീമോ ടൈമിൽ ശരിക്കും നമ്മുടെ ബോഡി മുഴുവൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു കുഞ്ഞ് ഇൻഫെക്ഷൻ വരെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കണ്ണ് മാത്രമല്ല, ശരിക്കും നമ്മുടെ കഴിഞ്ഞ കീമോയുടെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂക്കിൽ കൂടെ ബ്ലഡ് വന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിനും ഒരു പ്രധാന കാരണം എന്ന് പറയുമ്പം നമ്മുടെ മൂക്കിൽ ശരിക്കും ഡ്രൈനസ് ഫീൽ ചെയ്യുമ്പം നമ്മുടെ മൂക്കിൽ ശരിക്കും ചെറിയൊരു ബ്ലീഡിങ് വരും. അപ്പം നമുക്ക് മൂക്കിലൊക്കെ ഇറിറ്റേഷൻ തോന്നും. അപ്പം തീരെ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു നോർമൽ സലൈൻ അതൊക്കെ 2 ഡ്രോപ്പൊക്കെ ഒന്ന് മൂക്കിലേക്ക് ഉറ്റിച്ചാൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഉറ്റിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ മൂക്കിലൊരു ഇറിറ്റേഷൻ തോന്നുമ്പോൾ നമ്മൾ വിരലുകളൊക്കെ ഇട്ട് മൂക്കിൽ ഒന്ന് തോണ്ടി നോക്കാനൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയൊന്നും ചെയ്യരുത്. എൻ്റെ അനുഭവങ്ങളാകട്ടോ ഞാൻ പറയുന്നത്, ഇതൊന്നും ചെയ്യരുത്. പിന്നെ നമുക്ക് അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്കൊക്കെ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ടാകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ കീമോ ചെയ്ത് കുറച്ച് ദിവസങ്ങളിലേക്ക് നമുക്ക് അധികം സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. എന്താ പറയുക, എല്ലാം കൂടെ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ചെവിക്ക് ചെറിയൊരു ഇച്ചിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെവിത്തോണ്ടികളോ അതൊന്നും ഉപയോഗിച്ച് നമ്മൾ ചെവിയിൽ അങ്ങനെ ചൊറിയാതിരിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. പിന്നെ നമുക്ക് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫുള്ള് ഡ്രൈ ആകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ആ ഡ്രൈ ആകുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഡ്രൈ ആകാതിരിക്കാനുള്ള ക്രീമൊക്കെ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് താൽക്കാലികമായിട്ട് ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ കീമോ ടൈമിൽ നമുക്കറിയാം ഒത്തിരി പ്രശ്നങ്ങൾ അല്ലാണ്ടുണ്ട്. നമ്മുടെ മൂഡ് സ്വിങ് നമുക്കുണ്ടാവും. കാരണം അത് നമ്മുടെ ശരീരത്തിൽ കയറുന്ന മരുന്നുകളുടെ നമ്മുടെ രോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ടിരുന്നെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരാണ്. ഈ മരുന്നുകളുടെ അങ്ങനെയുള്ള സൈഡ് എഫക്റ്റ് ഒക്കെ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മൂഡ് പെട്ടെന്ന് ചേഞ്ച് ആകും. അപ്പോൾ അതെല്ലാം മെഡിസിൻ്റെ ഭാഗമായിട്ടാണ്
അതുകൊണ്ട് നമുക്ക് എന്നാ പറയുന്നത്, ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യാം. നമ്മൾ ഒത്തിരി ടെൻഷനുകളിലേക്ക് കടന്നു പോകണ്ട. കാരണം നമ്മളിപ്പം രോഗിയാണെന്ന് ചിന്തിച്ച് ഇരിക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഒത്തിരി കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണ്ട. കാരണം നമ്മൾ ഈ രോഗത്തിൽ നിന്ന് നമ്മൾ കവറാകാൻ വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ടതായ മെയിൻ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ നമ്മൾ സന്തോഷമാക്കി വെക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഈ ഇഷ്ടപ്പെട്ട സിനിമകളോ യൂട്യൂബ് ചാനലുകളോ അതൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഒത്തിരി ശാന്തത കൈവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ നാക്ക്, ചൊടി ഇതൊക്കെ നമുക്ക് ഡ്രൈ ആകും. ഈ ഒരു ടൈമിൽ അങ്ങനെ ഉണ്ടാവും. അപ്പം നമുക്ക് ചൊടിയൊക്കെ ശരിക്കും ഡ്രൈ ആയി കഴിയുമ്പോൾ ചെറിയ പൊട്ടലുകളൊക്കെ വരും ചൊടിയിൽ. അതും ഞാൻ പറയുന്ന പോലെ വലിയ ക്രീമുകളോ ഒന്നും വേണ്ട. ശരിക്കും ഒരു സബോളിനൊക്കെ ചെറുതായിട്ടൊന്ന് പുരട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ആ ഡ്രൈനെസ് ഒക്കെ കുറഞ്ഞ് മാറും. പിന്നെ നാക്കയിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മുടെ എന്താ പറയുക, കീമോയുടെ ഭാഗമായിട്ടാണ്. പിന്നെ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ നാക്കിനെ ബാധിക്കും. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ നാക്കിനെ ഇതെല്ലാം ബാധിക്കും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്ന ഒരു ടൈമിൽ ഞാൻ ബ്ലാക്ക് നെയിൽ പോളിഷ് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് നെയിൽ പോളിഷ് അന്നൊക്കെ നമ്മൾ മോഡേണായിട്ട് നമ്മുടേതായ ഒരു എന്നാ പറയുന്ന ഒരു ലുക്കിലാണ് അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ പേരൻസൊക്കെ ഒത്തിരി വഴക്ക് പറയും, എന്തോരം കളറുള്ള നെയിൽ പോളിഷ് ഉണ്ട്, ഈ ബ്ലാക്ക് കളറാണോ നിനക്ക് ഇടാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ശരിക്കും നെയിൽ പോളിഷ് ഇട്ടില്ലെങ്കിലും നമ്മൾ കീമോ ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മുടെ നെയിൽസിന് ശരിക്കും ബ്ലാക്ക് കളർ വരും. എല്ലാവർക്കും വരണമെന്നില്ല. ചിലർക്ക് നന്നായിട്ട് ബ്ലാക്ക് കളർ വരും, ചിലർക്ക് കൈക്കുള്ളിൽ, കാലിൻ്റെ പാദത്തിനുള്ളിൽ അങ്ങനെയൊക്കെ ബ്ലാക്ക് കളർ വരാറുണ്ട്. ഇതെല്ലാം കീമോയുടെ ഒരു എഫക്റ്റ് മാത്രമാണ് കേട്ടോ. ഇതെല്ലാം കഴിയുമ്പം അത് മാറിപ്പോവും. അതിനെക്കുറിച്ചൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. അതൊക്കെ അതിൻ്റെതായ ഒരു മെത്തേഡിൽ അങ്ങ് വിട്ടേക്കുക. പിന്നെ നമ്മളെപ്പോഴും നമ്മളായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് മുടി പോയിട്ടുണ്ടെങ്കിലും വിഗ് വെക്കാനോ അങ്ങനെ എനിക്കങ്ങനത്തെ സങ്കടങ്ങളൊന്നുമില്ല. നമ്മൾ ഒരിക്കലും നമ്മൾ കണ്ണടച്ച് നമ്മൾ ഇരുട്ടിനെ മറയ്ക്കാൻ നോക്കിയാലും അതൊന്നും മറയില്ല. അപ്പം നമ്മളങ്ങനെ ചിന്തിക്കേണ്ട, നമ്മുടെ മുടി പോയോ അല്ലെങ്കിൽ പോയ മുടി തിരിച്ചു വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മുടിയില്ല, നമ്മൾ മുട്ടയാണെങ്കിലും നമ്മൾ അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എനിക്ക് ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഷുഗർ, പ്രഷർ ഇതൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കീമോ ടൈമിൽ ശരിക്കും ശരീരത്ത് മുറിവുകളൊക്കെ ഉണ്ടാകാതിരിക്കാനും, അത്യാവശ്യം നമ്മൾ കിച്ചണിലൊക്കെ പോകുകയാണെങ്കിൽ തന്നെ ഗ്യാസിലൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കണം. കാരണം നമ്മുടെ ഒരു ചെറിയൊരു പൊള്ളൽ അതെല്ലാം നമുക്ക് ഈ പ്രശ്നങ്ങൾ വരും. പിന്നെ ചിലർക്ക് കീമോ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബോഡിയിൽ ചെറിയൊരു റാഷ് പോലെയൊക്കെ വരാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്നും വന്നിട്ടില്ല. ചിലർക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട്. അങ്ങനെ വന്നാൽ പോലും ആരും ഒന്നും പേടിക്കണ്ട. പിന്നെ ഷുഗറിൻ്റെ മരുന്നുകൾ, പ്രഷറിൻ്റെ മരുന്നുകൾ ഇതൊക്കെ കഴിക്കുക. പിന്നെ അവർ ജ്യൂസുകൾ ഉപയോഗിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം മധുരവിട്ടുള്ള ജ്യൂസുകളൊന്നും അവർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ വെയിലത്തിറങ്ങുമ്പം ശരിക്കും നമ്മൾ സൺഗ്ലാസ് ഉപയോഗിക്കുക. കീമോ ഒക്കെ ചെയ്ത് തലയൊക്കെ മുട്ടയായിട്ടിരിക്കുന്ന ഇവള് വെയിലത്ത് സൺഗ്ലാസ് വെച്ചിട്ട് ഇത്ര അഹങ്കരിച്ച് ഇറങ്ങുന്നത് എന്തുവാന്ന് ചോദിക്കാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാകാം. അതിനെയൊക്കെ അങ്ങോട്ട് വിടും. നമ്മുടെ കണ്ണിൻ്റെ സുരക്ഷിതത്വം ആണ് സൺഗ്ലാസ് ഉപയോഗം. പിന്നെ നമ്മൾ അത്യാവശ്യം സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാം. ഈ ടൈമിൽ നമ്മൾ വെയിലത്തെ ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കീമോ ചെയ്യുമ്പോഴത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇറങ്ങുകയൊക്കെ ആണെങ്കിൽ നമ്മൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതൊക്കെ നമുക്ക് ചെയ്യാം, നല്ല കാര്യങ്ങളാണ്. നമ്മുടെ സ്കിന്നിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. പിന്നെ നമ്മൾ വേറെ ഒരു ചിന്തിക്കേണ്ട ഒരു കേസ് കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, അതായത് എല്ലാ ദിവസവും കുളിക്കുക, നമ്മൾ എല്ലാ ദിവസവും ഡ്രസ്സ് മാറുക. ശരിക്കും നമ്മൾ കീമോ പേഷ്യൻസ് ആണ്. നമ്മൾ ഒന്നിനും പുറത്തിറങ്ങുന്നില്ല, നമ്മൾ പൊടിയടിക്കാൻ പോകുന്നില്ല, നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ പുറത്ത് പോകുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും, നമ്മുടെ ഡ്രസ്സൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ഹൈജീൻ ആയിട്ട് തന്നെ ഇരിക്കുക. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. എല്ലാ ദിവസവും നമ്മൾ 2 നേരം കുളിക്കാൻ പറ്റുമെങ്കിൽ അത് കുളിക്കുക. പിന്നെ നമ്മുടെ ഡ്രസ്സ് നിർബന്ധമായിട്ട് മാറ്റുക. പിന്നെ നമ്മുടെ റൂം അതുപോലെ ക്ലീൻ ആയിരിക്കണം. എല്ലാ ദിവസവും നമ്മുടെ റൂം അടിച്ചു വാരി തുടച്ച് ജനലുകൾ എല്ലാം മാറ്റുക. നമ്മുടെ കർട്ടൻസ് ആണെങ്കിലും നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ആ കർട്ടൻ ഒന്ന് കഴുകി അല്ലെങ്കിൽ അതൊന്ന് ക്ലീൻ ആക്കി തന്നെ എടുക്കണം. ബെഡ്ഷീറ്റുകൾ നമ്മൾ അതുപോലെ ക്ലീൻ ആക്കണം. പിന്നെ എല്ലാ ബാത്റൂംസൊക്കെ ആണെങ്കിലും പലതരത്തിലുള്ള ബാക്ടീരിയ, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാൻ നമുക്ക് ചാൻസ് ഉള്ള ഒരു ടൈമാണിത്. അപ്പം എല്ലാ ദിവസവും നിർബന്ധമായിട്ടും നമ്മുടെ അണുവിമുക്തമാക്കണം നമ്മുടെ ബാത്റൂംസൊക്കെ. അപ്പം ഇതൊക്കെ ഈ കീമോയിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നെ അത് തന്നെയല്ല, നമ്മൾ ജസ്റ്റ് പുറത്ത് പോയി നമ്മൾ തിരിച്ചു വരുന്ന ഒരു സമയത്ത് നമ്മുടെ
കാല് കൈ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പിടിക്കും. നമ്മുടെ കാലും കൈയൊക്കെ നമ്മൾ ക്ലീനായിട്ട് കഴുകുക. പിന്നെ നമ്മുടെ നഖങ്ങൾ അധികം നീട്ടി വളർത്താതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. കാരണം നമ്മുടെ നഖങ്ങൾക്കുള്ളിൽ പിന്നെ അണുബാധകൾ, ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാം. അപ്പം അധികം നഖങ്ങളൊന്നും നീട്ടി വളർത്താതിരിക്കുക. പിന്നെ കാലൊക്കെ നമ്മൾ ഉരച്ച് കഴുകാനൊക്കെ, കല്ലേലൊക്കെ ഉരച്ച് കഴുകാനും അങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഇതുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ നീറ്റായിട്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ശരീരത്തിന് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കീമോ നമ്മളെ ശരിക്കും കരിച്ചു കളയും എന്ന് പറഞ്ഞാലും നമ്മളാരും കരിയില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഈ കീമോയിലും നമുക്ക് സുന്ദരിമാരും സുന്ദരന്മാരുമായിട്ട് ഇരിക്കാം എന്നുള്ളതാണ് എൻ്റെ അനുഭവം.